12. അപ്പോൾ നമുക്കുള്ള മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ലിറ്ററിന് അടുപ്പിച്ചിട്ട് 14 ലിറ്ററിന് 14. അപ്പോൾ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ഓടിയിട്ട് നമുക്ക് അടുത്ത നോക്കാം. അടുത്ത മൈലേജ് എത്ര കിട്ടും നോക്കാം. അപ്പോൾ നോക്കാനൊന്നുമില്ല, 500 0 ആക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തതിൽ എത്ര കിട്ടും നോക്കാം. കണ്ടിട്ടുണ്ടോ പൈസ തിലകം ചോദിക്കുന്നില്ലേ? ആ ഒരു ചോദ്യം പോലെയാ. റോട്ടിലെങ്കിൽ മല കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ആന്ധ്രയിൽ പ്രവേശിച്ചോ വെച്ചാൽ പ്രവേശിച്ചില്ല വെച്ചാൽ പ്രവേശിച്ചില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അറിയില്ല എവിടെ എത്തിയെന്നില്ല ഒന്നും. ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്ന. അപ്പോൾ നമ്മൾ ഡേ 2 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡേ 1 കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഫസ്റ്റ് കണ്ട് എന്നെ വിളിച്ചറിയിച്ച എൻ്റെ പ്രിയ സുഹൃത്തിനും പത്നിക്കും 1000 നന്ദി വീണ്ടും അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഡേ 2 നമുക്കൊരു തോന്നുന്നൊരു ഡേ 4 വരെ പോകാനല്ലേ എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് 100 ഡേയ്സ് ചലഞ്ചും കവർ ചെയ്യാമല്ലോ. കാഴ്ചകളാണ് യാത്രകൾ എപ്പോൾ മനോഹരമാകുന്നത്. കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ യാത്രകൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഒഴിഞ്ഞ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല സൈഡിലെല്ലാം നല്ല കാഴ്ചയിലായിട്ട് ഒരുപാട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോൻ്റെ ലെങ്ത് അങ്ങേതറ്റം മേളിലോട്ടേക്ക് ആവുന്നതുകൊണ്ട് മാത്രമാണ് കാണിച്ചു തരാൻ ഒരു ബുദ്ധിമുട്ടുള്ളത്. എങ്കിലും കുഴപ്പമില്ല, കാണിക്കാതെ പറ്റില്ലല്ലോ. ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. നമ്മളെ ഭാരതപ്പുഴേൻ്റെ തീരം പോലെ ഉണ്ട്, മാമാങ്കൊക്കെ നടന്ന സ്ഥലം പോലെയെല്ലാം കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും കണ്ണിന് കുഴപ്പമില്ല കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ. നമ്മൾ ഈ കേരം തെങ്ങും കേരള നാട് എന്ന് പറഞ്ഞിട്ടില്ല, തേങ്ങ വെച്ചും മറ്റേ ഇടത്ത് തമിഴ്നാട്ടിലോ ആന്ധ്രയിലാണല്ലോ ദേവിയെ. അപ്പം ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 1 2 3 ചോദ്യങ്ങൾ എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ വിളിച്ചിട്ട്. കമൻറ്റിലാരും ചോദിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഓട്ടം കിട്ടുന്നതിലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അറിയും. നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് 1 2 ഇത് വേണം. എന്ത് കമ്പനി? സ്വന്തമായിട്ടല്ല, നമുക്ക് ഓട്ടം കിട്ടുന്ന 2 3 കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരാഴ്ചക്ക് 1 2 ദിവസം വന്നു കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് ലോങ് എവിടെയെങ്കിലും ബാംഗ്ലൂരോ ചെന്നൈയോ എറണാകുളമോ കോഴിക്കോടോ എവിടത്തേക്കെങ്കിലും പോകാൻ, അടുത്ത ലോഡിങ് പോയിന്റിലേക്ക് പോകാനുള്ള ലോഡ് നമുക്ക് എടുത്ത കാര്യം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാം. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പം പോകുന്നത്, ഞാൻ ഒന്ന് ഗോവയിൽ കണ്ടില്ല. ഗോവയിൽ നിന്ന് എനിക്ക് മറ്റേ ബെഡിൻ്റെ ലോഡ് കിട്ടി. അതെടുത്ത് ഗോവയിൽ പോയി, ഗോവയിൽ നിന്ന് അടുത്ത ലോഡ് എടുത്ത് ഞാൻ എറണാകുളത്തേക്ക് വന്ന്, എറണാകുളത്ത് നിന്ന് അടുത്ത ലോഡ് എടുത്ത് ഞാൻ വീണ്ടും കണ്ണൂരേക്ക്. അങ്ങനെയാണ് നമ്മളെ പരിപാടി. ഫുള്ള് കറക്കം തന്നെ. അപ്പോൾ ഇത് നമുക്ക് ലോഡ് കിട്ടുന്നത് 2 സോഴ്സസ് വഴിയാണ് മെയിനായിട്ട്. 1 ബുക്കിംഗ് ഓഫീസ്, 2 വാട്സപ്പ് ഗ്രൂപ്പ്, 3 ഈ ബുക്കിംഗ് ഓഫീസും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കോണ്ടാക്ട്സ്, നല്ല ലോഡ് ഇടുന്ന ആൾക്കാരായിട്ട് ഇതാക്കിയിട്ടില്ലേ കോണ്ടാക്ട്സ്. ഇത് 3 അവിടെ വെക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ലോഡ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരു സംഗതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ ഒരു ഏത് ഫീൽഡിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. നെഗറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇതുമുണ്ട്. അപ്പോൾ നമ്മളെ പോസിറ്റീവും ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് പറഞ്ഞു കൊടുക്കണോ പോസിറ്റീവ് പറഞ്ഞു കൊടുക്കണോ? അപ്പോൾ നമുക്ക് നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാം. കാരണം പോസിറ്റീവ് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പുതുതായിട്ട് വണ്ടി എടുക്കാൻ ആലോചിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അയാൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഒന്നും കാണാണ്ട് പോസിറ്റീവ് ഉണ്ട്, ഫുള്ള് പോസിറ്റീവ് തന്നെ മതി, അവൻ്റെ വീഡിയോ മതി എന്ന് പറഞ്ഞിട്ട് കട്ടാക്കിയിട്ട് അങ്ങ് പോയിട്ട് വണ്ടി എടുത്തിട്ട് കുടുങ്ങിയെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്തയല്ല. ഓക്കെ, അപ്പോൾ അതിനെ കൊണ്ട് ഫസ്റ്റ് നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇപ്പം ചെറുപറ ലോഡുകൾ പോകുന്നത്. ഈ ഗ്രൂപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും 300 400 ആൾക്കാരുണ്ടാവും. അപ്പം ഞാനൊരു ലോഡ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 10 15 കോള് വരും. ഈ കോള് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ 5000 പറയും, 2000 പറയും, 3000 പറയും, 4000 പറയും, 1000 രൂപ. അങ്ങനെ ചില സ്ഥലത്ത് കുടുങ്ങിയിരിക്കുന്ന ആൾക്കാർ റിട്ടേൺ വണ്ടി എന്നില്ല അതതിൻ്റെ അകത്താണ് വരുന്നത്. അതിനെക്കുറിച്ച് അധികം പറയണ്ട. പിന്നെ ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മളെ വാടക ഇല്ലാണ്ടാകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസിങ്ങാണ്. അതായത് ഇതിൻ്റെ നടുക്ക് ഒരാളുണ്ടാവും. ഈ നമ്മളും ഇത് തമ്മിൽ ഒന്നുകിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ട്രാൻസ്പോർട്ടർമാരുണ്ട്, നല്ല വെച്ചാൽ നല്ല വാടക വാങ്ങിത്തരുന്ന അടിപൊളി ട്രാൻസ്പോർട്ടർമാരുണ്ട്. അവരെക്കുറിച്ചല്ല, അവർക്കായിരിക്കും പൊള്ളണ്ട. ഞാൻ പറയുന്നത് ഇതിൻ്റെ നടുക്ക് നിന്നിട്ട്
എന്താ പറയുക, കാഫത്ത് നിന്നായി കളിക്കുന്ന കുറച്ച് ടീമുണ്ട്. അവരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോഡ് ഉണ്ടാവും. അപ്പോൾ കമ്പനി ഇങ്ങനെ ലോഡ് വിളിച്ച് പറയും. അപ്പോൾ കമ്പനി ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഇപ്പം ഈ നോർമൽ നമ്മൾ സ്റ്റാൻഡിലത്തെ വാടക 6000 രൂപ ആയിരിക്കും. 6000 രൂപ, 7000 രൂപ, 8000 രൂപ അങ്ങനെ ഇല്ലാന്ന് വാടക വരുന്നത്. ഈ 8000 രൂപ വാടക എന്താക്കും, ഈ ചങ്ങായിക്ക് കിട്ടും. ഈ ചങ്ങായി എന്താക്കും, കണ്ണൂരിൽ നിന്ന് ഇപ്പം ഞാനിപ്പം കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോയിട്ട് കോഴിക്കോട് നിൽക്കുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്കാൾ ലോഡില്ല. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിലിട്ടും കോഴിക്കോട്ട് കണ്ണൂർ ലോഡുണ്ട്. അപ്പോൾ ലോഡിട്ട് ഇപ്പം ഞാൻ വിളിച്ചപ്പം ചോദിക്കും എനിക്ക് അത്രയ്ക്ക് പോകാൻ പറ്റും അങ്ങനെ പറയാം. അപ്പോൾ അവരൊരു പാർട്ടി 4 രൂപയെ പറയുന്നില്ലോ. ആ 4 രൂപയ്ക്ക് അമ്മ പാവം, കാരണം നമ്മൾ അങ്ങനെ തിരിച്ചു വരുന്നില്ല. വൺ സൈഡ് വാടക, വൺ സൈഡ് കണക്ക് കൂട്ടുമ്പോൾ കിലോമീറ്ററിൽ കണക്ക് കൂട്ടുമ്പോൾ 4 രൂപ വാടക. ഓക്കെ സെറ്റ്. 4500 വാടക. ഓക്കെ സെറ്റ്. അതിൻ്റെ ഒരു 200 രൂപ കമ്മീഷനും പോയി. എന്നിട്ട് നമുക്ക് തന്നവൻ എത്ര വാങ്ങാം, 6 രൂപ. 1500 രൂപ അവൻ ക്രോസ് ചെയ്യും. ക്രോസിങ് ശരിയാണോ തെറ്റാന്നോ എന്നില്ലേനി എനിക്കൊരു എന്താ പറയുക ഒരഭിപ്രായമില്ല. കാരണം ഞാൻ ക്രോസ് ചെയ്യാറില്ല, കമ്മീഷൻ ഞാൻ വാങ്ങിക്കാറില്ല. ഇത് കൊടുത്താൽ ലോഡ് കൊടുത്തതിനാൽ അതിനെ കൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ അടുത്ത് സംഭവിക്കാൻ പോകുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ ക്രോസ് ചെയ്ത് ഞാനിപ്പോൾ അയാൾ ക്രോസ് ചെയ്ത് എനിക്ക് ട്രിപ്പ് വന്നു. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്ക് എടുക്കുന്ന ആളായിട്ടും ഇറക്കുന്ന ആളായിട്ടും ബന്ധം വരും. ഒന്നുകിൽ എടുക്കുന്ന ആളെ വിൽക്കുന്ന ആളായിരിക്കും ലോഡ് തരുക, അല്ലെങ്കിൽ വാങ്ങുന്ന ആളായിരിക്കും ലോഡ് തരാം. ഞാൻ 2 സ്ഥലത്തും പോയി വർത്താനം പറഞ്ഞ് ഇപ്പം നമുക്ക് 4500 ലോഡ് കിട്ടീനി. ഞാൻ പറയും 4 രൂപയ്ക്ക് ലോഡ് തരാം. അപ്പോൾ ഈ കമ്പനീൻ്റെ ഇന്ത്യയിൽ എന്നാ 6000 രൂപ കൊടുത്ത ലോഡ് ഒറ്റയടിക്ക് 4000. അയാൾ എന്നല്ലാണ്ട് വേറൊരാളെ വിളിക്കൂല. ക്രോസിങ്ങിൻ്റെ ഒരു ദൂഷ്യവശതാ അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡ് നമുക്ക് എടുക്കാണ്ട് വേറെ രക്ഷയില്ല. കാരണം നമ്മളെടുക്കേണ്ട ലോഡ് നമ്മൾ ഈ ഇനത്തുകാരൻ്റെ വണ്ടി ഇപ്പോൾ നമ്മളെ ഇത് പറഞ്ഞ പോലെ നമ്മളെ ലൈഫ് സൈക്കിൾ സർക്കിൾ ആഹാര ശൃംഖല പറഞ്ഞ മാതിരിയാണ്. കാരണം ഗുഡ്സ് എടുക്കേണ്ട ലോഡ് ഓട്ടോറിക്ഷ, പാസഞ്ചർ ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാസഞ്ചർ ഓട്ടോറിക്ഷക്കാരൻ ഗുഡ്സ് എടുക്കേണ്ട ലോഡ് പാസഞ്ചർ ഓട്ടോറിക്ഷ എടുക്കുന്നു. അപ്പം ഗുഡ്സ് എന്ത് ചെയ്യുക, ഗുഡ്സിന് മേലോട്ടേക്ക് പോയേ പറ്റൂ. ഗുഡ്സ് എന്താക്കും, ഗുഡ്സ് എയ്സ് എടുക്കേണ്ട ലോഡ്, അങ്ങനത്തെ ലോഡ് ഗുഡ്സ് എടുക്കും. അപ്പോൾ എയ്സിന് ലോഡില്ല, കാരണം എയ്സിൽ എടുക്കേണ്ട വാടകയ്ക്ക് ഗുഡ്സിൻ്റെ വാടകയ്ക്ക് എയ്സിൻ്റെ ലോഡ് പോകുന്നുണ്ട്. അപ്പോൾ എയ്സ് എന്താക്കും, നമ്മളെ പിക്കപ്പിൻ്റെ ടൈപ്പ് ആ ഒരു കാറ്റഗറിയിലെ ലോഡ് എടുക്കും. നമ്മൾ എന്താക്കുക, നമ്മളെ ലോഡ് എയ്സിന് പോകുന്നുണ്ട്, നമുക്ക് വാടകയില്ല. അപ്പോൾ നമ്മൾ എന്താക്കുക, നമ്മൾ എന്താ പറയുക ഓവർലോഡ് എടുക്കേണ്ടി വരും. അല്ലാണ്ട് ഒരു രക്ഷയില്ല. കാരണം ലോഡ് കിട്ടൂല. കാരണം വണ്ടിയിൽ ലക്ഷക്കണക്കിനുണ്ട്. നമ്മക്കാന്ന് ലോഡ് ആവശ്യം, അവർക്ക് ആവശ്യമില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാൽ എൻ്റെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല വാടകയുണ്ട്. ഒന്നാമത് ആരെടുക്കുന്നു ക്രോസിങ്ങിനും മറ്റേനും മറിച്ചും നിൽക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ലോഡ് എടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും ലോഡും തരുത്തുണ്ട്, നല്ല വാടക തന്നെ എല്ലാം കിട്ടലും കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാ റാഹത്താണ്. ഇനി പുതിയത് എടുക്കാൻ വരുന്ന ആളോട് ഒരിക്കലും പോയിട്ട് ഫ്രഷ് വണ്ടി എടുക്കരുത്. ഇപ്പോൾ കൈമേൽ ഒരു 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട 2 ലക്ഷം രൂപ കൈമേലുണ്ട് എന്ന് വിചാരിക്കും. പോവുക ഒരു സെക്കൻഡ് ഹാൻഡ് ദോസ്റ്റ് എടുക്കുക, 2013 14 ഒരു 50,000 രൂപ, ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ നല്ല വണ്ടി കിട്ടും. അതെടുക്കുക. അതെടുത്തിട്ട് ഒരു 6 മാസം ഓടുക, അല്ലെങ്കിൽ ഒരു കൊല്ലം ഓടുക. കുറച്ച് പണിയെല്ലാം എടുക്കേണ്ടി വരും. ഒരു കൊല്ലം ഓടിയിട്ട് നോക്കുക എന്താ അവസ്ഥ, ഇതെന്നെ കൊണ്ടാവോ. എന്നിട്ട് എന്താക്കുക, നേരെ കൊണ്ടുപോയി ഒന്നുകിൽ ആ വണ്ടി നല്ല എടുത്താൽ, അല്ലെങ്കിൽ നേരെ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുക്കുക, പുതിയ വണ്ടി എടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തത്. സത്യം പറയാം, ഞാൻ ഫസ്റ്റ് 1 ഇയർ സാധാ വണ്ടി എടുത്ത് ഒരു ദിവസം എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, അതിൻ്റെ അകത്ത് ഓടി ഏകദേശം ഒരു കൊല്ലം ഓടി അത്യാവശ്യം കോൺടാക്ട്സും കാര്യമെല്ലാം ലോഡെല്ലാം ഉണ്ടാക്കാൻ എടുത്ത് അങ്ങനെ എടുക്കിയത്. പിന്നെ ഇത് ഇങ്ങനെ പറയുന്ന വെച്ചാൽ ഒരുപാട് സമയമുണ്ട് നമുക്ക് റോഡിൽ കാണാൻ വേണ്ടിയിട്ട്, അതിനെ കൊണ്ടാണ്. പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സങ്കടം വന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. എന്നാ ഞാൻ ലോഡും കൊണ്ടുപോയി ഒരു സ്ഥലത്തേക്ക്, കോഴിക്കോടേക്ക്. അപ്പോൾ ലോഡും കൊണ്ട് പോയിട്ട് സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ വന്നു. അവരെ ഒരിക്കലും ലോഡിങ്ങാരെ ഞാൻ കുറ്റം പറയുന്നല്ലേ. ഇനി അവൻ ലോഡിങ്ങാരെ കുറ്റം പറയുന്ന മറ്റേ എൻ്റെ ആൾക്കേക്ക് കയറാൻ ആരും വരണ്ട ഇല്ല, ഞാൻ പറയാം. ലോഡിങ്ങാരവിടെ വന്ന് ഞാൻ പറയുന്നത്, ഇതെല്ലാം പറയുന്നത് എന്നെപ്പോലെ ലൈനിലോടുന്ന ഒരുപാട് ആൾക്കാരോടാണ്, എന്നെ വീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരോടാണ്. അപ്പോൾ അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലോഡിങ്ങിൻ്റെ ഇറക്കാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയെല്ലാം നോക്കി എന്നോട് ചാർജ് ലോഡ് ചെയ്യാം. അവൻ ഇന്ന സ്ഥലത്തേക്ക് ഇന്നാളെ അതെ എന്നാൽ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവിടുന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കൂലി വെച്ച് കഴിഞ്ഞാൽ 12,000 രൂപയാണ്. അതായത് ബഡാ ദോസ്തിൻ്റെ ഉള്ളിലെ മൊത്തം സാധനം അത് ഇറക്കാൻ വേണ്ടിയിട്ട് വന്ന കൂലി 12,000 രൂപ. അപ്പം ഞാൻ ഓരോട് ചോദിച്ചു, അല്ല ഏട്ടൻ മൂപ്പറെ
ഞാൻ വന്നത് 5000 ഉറുപ്പ്യക്കാണ്. എവിടുന്ന് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എൻ്റെ വാടക 5000 ഉറുപ്പ്യ. ഇറക്കാൻ വേണ്ടിയിട്ട് 12000 ഉറുപ്പ്യ വാടകയുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലോകത്തും വാടകയുണ്ട്. ബാക്കി എല്ലാ സാധനത്തിനും വാടകയുണ്ട്. നമ്മളെ വണ്ടിക്കാരുടെ അടുത്ത് മാത്രം വാടകയില്ലാത്ത വാടക ഇല്ലാണ്ടിരിക്കാനുള്ള കാരണമാണ് ഇതിനു മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നല്ലവരായ എൻ്റെ സുഹൃത്തുക്കളോട് പരമാവധി വാടക ചോദിച്ച് വാങ്ങിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ പമ്പ് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്നതല്ലേ ഡീസൽ അടിക്കുന്നതല്ലേ, നമുക്കൊരു 2000 ഉറുപ്പ്യ മതിയില്ലേ, ഒരു 1000 ഉറുപ്പ്യക്ക് ഡീസൽ അടിച്ചിട്ട് 500 കൊടുത്താൽ പോരെ. അവൻ ചോദിക്കില്ല വേറെ ആൾ ഡീസൽ അടിക്കാനുണ്ട്, വേറെയും പമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് 500 രൂപ കുറച്ച് തരില്ല. മെക്കാനിക്കിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഷോറൂമിൽ പോയാലോ, ഷോറൂമിൽ പോയിട്ട് വേറെയും ഷോറൂമുണ്ട് നമ്മൾ അവിടെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കുറച്ച് തരുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് തരുന്നില്ല. നമുക്ക് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എവിടെയും കുറഞ്ഞു കിട്ടുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ കുറഞ്ഞു കൊടുക്കുന്നത്? ലോഡില്ലാന്നില്ല പേടി കൊണ്ടാ, ലോഡെല്ലാം വരും. നല്ല വാടകയ്ക്ക് എല്ലാവരും ഒറ്റ ഒരുമയോടെ മുമ്പോട്ടേക്ക് പോയിട്ട് വണ്ടി എടുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ലോഡുണ്ടാവും. പക്ഷെ ഒരുമിച്ച് നിൽക്കണം. ഇതിപ്പോൾ ഒന്ന് പറഞ്ഞ് ഈ മറ്റേ മട്ടൽ മച്ചോട്ടിയാൽ ഇപ്പുറം ചോട്ടും അപ്പുറം വന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ ഈ ലോഡിങ്ങാർക്ക് ഈ ഒരു സംഗതി ഈ ഒരു 12000 രൂപ അവർക്ക് വാങ്ങാൻ പറ്റിയത് അവരെല്ലാ സംഘടനകളും, ഇപ്പം BMS ആയാലും CITU ആയാലും NTUC ആയാലും എല്ലാവരും അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സംഘടനയ്ക്ക് വേണ്ടി അവരെ പ്രസ്ഥാനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് അവർക്ക് വാടക വാങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൂലി വാങ്ങാൻ പറ്റുന്നത്. നമുക്ക് ആ കൂലി വാങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും കൂടി ഒന്ന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതും കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ എറണാകുളം ബേസ്ഡ് ആയിട്ട് ഓൾ മിനി ലോറി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ 1ാം വാർഷികം കഴിഞ്ഞ് 2ാം വാർഷികം വരാൻ പോകുന്ന. അപ്പോൾ നമുക്ക് ഈ റോഡിൽ ലൈനിലോടുന്നവരിക്കാണ് നമ്മൾ ഈ ഒരു സംഘടന കൊണ്ടുവന്നിട്ടില്ലേ. ഒന്ന് വാടക ഏകീകരണം, പിന്നെ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലക്കുങ്ങ സൈഡായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഒരു കുടുംബം പോലെ കഴിഞ്ഞു വന്ന ഓൾ മിനി ലോറി അസോസിയേഷനെ കുറിച്ച് ഈ ഒരു ഇനത്ത് പറയാമെന്ന് വെച്ച്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആർക്കും എന്തെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക്, അതായത് അതിൻ്റെ വെൽക്കം ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം.